പ്രദക്ഷിണം എന്തിനാണ്, പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രദക്ഷിണത്തിലൂടെ നമുക്ക് ആത്മീയപരമായും ശാരീരികപരമായും ഗുണം ലഭിക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് പ്രദക്ഷിണം എന്ന് എല്ലാ പേർക്കും അറിയാം. ഓരോ ക്ഷേത്രത്തിലെയും ആരാധനാമൂർത്തി ഏതെന്ന് മനസ്സിലാക്കി വേണം പ്രദക്ഷിണം ചെയ്യാൻ. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതായത് മൂർത്തിയുടെ മൂലമന്ത്രം ജപിച്ച് വേണം പ്രദക്ഷിണം ചെയ്യാൻ. പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം, പ്രദക്ഷിണം എന്തിൽ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ, പ്ര എന്നത് സർവഭയനാശം, ദ എന്നത് മോക്ഷദായകം, ക്ഷി എന്നത് രോഗനാശകം, ണം എന്നത് ഐശ്വര്യപ്രദം. ഇതാണ് പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ക്ഷേത്രത്തിലെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ആശ്രയിച്ചിരിക്കും ആ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം എങ്ങനെ വയ്ക്കണം എന്നുള്ളത്. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രത്തിൽ പോകുവാൻ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. ഉള്ളിലുള്ള ചൈതന്യത്തെ എവിടെയും എത്തിക്കുന്ന ഒരു വാഹനം. അതിനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. വേണ്ടവണ്ണം ശരീരത്തെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു വാഹനത്തിന് സംഭവിക്കുന്നത് പോലെ സകല കേടുപാടുകളും സംഭവിക്കാം. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രദക്ഷിണം ചെയ്യാം. എന്നാൽ ഓരോ സമയത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. രാവിലെ പ്രദക്ഷിണം ചെയ്താൽ ദുഃഖശമനവും, ഉച്ചയ്ക്ക് പ്രദക്ഷിണം ചെയ്താൽ ഇഷ്ടലാഭവും, വൈകിട്ടാണെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനവുമാണ് ലഭിക്കുന്നത്. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബലിക്കല്ലുകളിൽ സ്പർശിക്കരുത്. ബലിക്കല്ല് എപ്പോഴും വലതുവശത്തായി വരത്തക്ക രീതിയിൽ വേണം പ്രദക്ഷിണം വയ്ക്കാൻ. പ്രദക്ഷിണങ്ങളെല്ലാം വലത്തോട്ട് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലത്ത് വയ്ക്കുക എന്ന് പഴമക്കാർ പറയുന്നതും. അതുപോലെ തന്നെ ഓരോരോ ക്ഷേത്രങ്ങളിലെയും നിർദ്ദേശങ്ങൾ പാലിച്ച് വേണം ക്ഷേത്ര ദർശനവും പൂർത്തിയാക്കാൻ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ, രാധേ രാധേ.